വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കം നല്ല ദിവസമാണ്. സ്വാഭാവികമായും സാമ്പത്തികമായ ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ലൈഫ് പാർട്ട്ണറുടെ ഭാഗത്തു നിന്നോ അവരുടെ കുടുംബത്തിൽ നിന്നോ ഒക്കെ സഹായമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സന്തോഷത്തിൻ്റെയോ ഒക്കെ ഗുണം കിട്ടുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ആഘോഷത്തിൻ്റെ ദിവസമായിട്ടാണ് ഇവർക്ക് ഞായറും തിങ്കൾ വൈകുന്നേരം വരെയും കാണുന്നത്. ചിലപ്പോൾ ഒരു ഉല്ലാസയാത്രയ്ക്ക് സകുടുംബം പോയെന്നിരിക്കാം. എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ശാരീരികമായ ചെറിയ ചില അവശതകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജലജന്യമായ അസുഖമാണ് വരാൻ സാധ്യത. അതായത് അലർജി അസുഖമോ അതല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ദോഷങ്ങൾ, നീർദോഷങ്ങളെന്ന് പറയും. സൈനസൈറ്റിസ് ഉള്ളവർക്ക് അത് വർദ്ധിക്കാം. അതുപോലെ മൂക്കടപ്പ്, അതുപോലെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം, ലങ്സുമായി ബന്ധപ്പെട്ട് അലർജി, ഇതെല്ലാം വരാനുള്ള സാധ്യത ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഞായറും തിങ്കളും കിട്ടിയ സാമ്പത്തിക നേട്ടവും അല്ലെങ്കിൽ മനസ്സിൻ്റെ സന്തോഷവും ഈ 2-3 ദിവസങ്ങളിൽ, അതായത് ചൊവ്വ, ബുധൻ, വ്യാഴങ്ങളിൽ ചിലപ്പോൾ നഷ്ടപ്പെടാനിടയുണ്ട്. മനസ്സ് അപ്രാപ്യമായി പോകുന്ന അവസ്ഥയിലേക്ക് ചന്ദ്രൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല 2-ൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും അതിനെ നേരിടാനുള്ളൊരു മനഃശക്തി കൊടുക്കുകയും നല്ല രീതിയിൽ ആളുകളോട് ഇടപഴകാനും നല്ല രീതിയിൽ തങ്ങളുടെ ജോലി മേഖലയിൽ വ്യാപരിക്കാനും സാധിക്കും. അതുകൊണ്ട് സാമ്പത്തിക നേട്ടം കാണുന്നില്ല, യാത്രാഗുണം കാണുന്നുണ്ട്. ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം സമ്മാനിക്കും. 2-ലെ ശുക്രൻ ഇവർക്ക് വീട്ടിലും വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കില്ല. സാമ്പത്തികമായ നേട്ടം കാണുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഏറ്റവും നന്നായി ഇവർക്ക് ഇടപഴകാൻ സാധിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക നേട്ടം നല്ലവണ്ണം ഉണ്ടാക്കാനും സാധിക്കുന്നു. ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും കർമ്മമേഖലയിൽ നല്ല രീതിയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നു. എങ്കിൽ പോലും പിതാവിന് എന്തെങ്കിലും ദോഷമോ പ്രശ്നമോ അതുപോലെ ചില തടസ്സങ്ങൾ കർമ്മമേഖലയിൽ ഉണ്ടാകുകയും ചെയ്യാം ഈ 2 ദിവസങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22 സായാഹ്നം വരെ നല്ലതാണ്. പിന്നെയുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ചും 25, 26, 27 ഉച്ചവരെ സാമാന്യേന ഗുണം എന്നേ പറയാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും നല്ല ദിവസങ്ങൾ 21ഉം 22ഉമാണ്.